ഹായ് എവരി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്ന് വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രപ്പോസിഷൻസ് ഓഫ് ടൈം. ഡെയിലി ലൈഫിൽ പ്രപ്പോസിഷൻ ഓഫ് ടൈം ഉപയോഗിക്കുമ്പോൾ ഇൻ, ഓൺ, അറ്റ് ഇതെല്ലാം എവിടെയാണ് ശരിയായി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. സോ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏതൊക്കെയാണ് ഈ പ്രപ്പോസിഷൻസ് ഓഫ് ടൈം? അറ്റ്, ഓൺ, ഇൻ, ഫോർ, സിൻസ്, ബൈ, ഡ്യൂറിങ്, വിതിൻ, അൺടിൽ, ടിൽ ഇതൊക്കെയാണ് പ്രപ്പോസിഷൻ ഓഫ് ടൈം. ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടൈമിനെ സൂചിപ്പിക്കുമ്പോഴാണ് അറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു മീറ്റ് യു അറ്റ് 8 o'clock. എനിക്ക് നിങ്ങളെ 8 മണിക്ക് കാണണം. അപ്പോൾ ഇവിടെ 8 മണി എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അറ്റ് 8 o'clock എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളോട് നോക്കാം. ലഞ്ച് ടൈമിൽ നമുക്ക് കണ്ടുമുട്ടാം. ലെറ്റ്സ് മീറ്റ് അപ്പ് അറ്റ് ലഞ്ച് ടൈം. എപ്പോൾ കണ്ടുമുട്ടാം? ലഞ്ച് ടൈമിൽ. സോ അറ്റ് ലഞ്ച് ടൈം. ഇങ്ങനെ എവിടേക്കാണോ സമയം സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അവിടെയെല്ലാം അറ്റ് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ്, ഓൺ, ഡേയ്സ് ആൻഡ് ഡേറ്റ്. ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തീയതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ഉപയോഗിച്ച് പറയാം. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഫ്രൈഡേ. എൻ്റെ ബർത്ത്ഡേ ഏത് ഡേയിലാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫ്രൈഡേ. സോ ഓൺ ഫ്രൈഡേ. ഇനി തീയതിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോഴും ഓൺ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ക്രിസ്മസ് ഈസ് ഓൺ ദ 25th December. 25th December എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ്. അതുകൊണ്ടാണ് ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ എവിടേക്ക് ഉപയോഗിക്കാം? വീക്സ്, മന്ത്സ്, ഇയേഴ്സ്, സീസൺസ്. ആഴ്ചകളെക്കുറിച്ച്, മാസങ്ങളെക്കുറിച്ച്, വർഷങ്ങളെക്കുറിച്ച്, സീസൺസിനെ കുറിച്ച്, ഇങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ്റെ സഹായത്തോടെ പറയാം. ഐ ആം ഗോയിങ് ടു ബി ബാക്ക് ഇൻ 2 weeks. 2 ആഴ്ചയ്ക്കുള്ളിൽ. ഇൻ 2 weeks ഞാൻ തിരിച്ചെത്തും. ഐ ആം ഗോയിങ് ടു ബി ബാക്ക്. ഐ ഹാവ് എ പാർട്ടി ഇൻ ഒക്ടോബർ. എനിക്ക് ഒക്ടോബറിൽ ഒരു പാർട്ടിയുണ്ട്. ഒക്ടോബറിൽ എക്സാക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ അവിടെ ഓൺ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓൺ 5th October ഇങ്ങനെ വേണം പറയാനായിട്ട്. ഐ വാസ് ബോൺ ഇൻ 1992. ഞാൻ 1992 ജനിച്ചത്. അപ്പോൾ ഇവിടെ വർഷം പറയാനായിട്ട് ഏതാ ഉപയോഗിച്ചത്? ഇൻ എന്നുള്ള പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചത്. ഐ ലവ് ദ വെദർ ഇൻ ദ വിൻ്റർ സീസൺ. എനിക്ക് ശൈത്യകാലത്തുള്ള ആ കാലാവസ്ഥ ഇഷ്ടമാണ്. ഐ ലവ് ദ വെദർ ഇൻ ദ വിൻ്റർ സീസൺ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 3 years. 3 വർഷമായിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്ര വർഷം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ പീരീഡ് ഓഫ് ടൈം 3 വർഷം തൊട്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഫോർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്രപ്പോസിഷൻ സിൻസ്. സ്റ്റാർട്ട് ഓഫ് എ പീരീഡ്. ഒരു ആക്ഷൻ തുടങ്ങിയ ഒരു പീരീഡിനെ കുറിച്ച് പറയുമ്പോഴാണ് സിൻസ് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ മുംബൈ സിൻസ് 1983. 1983 മുതൽ ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ മുംബൈ സിൻസ് 1983. ഇങ്ങനെ ഒരു വർഷം മുതൽ എന്ന് പറയുന്നിടത്ത് സിൻസ് ഉപയോഗിക്കും. മറ്റൊരു എക്സാമ്പിൾസ് കൂടി നോക്കാം. ഷീ ഹാസ് ബീൻ എ ടീച്ചർ സിൻസ് 2015. 2015 മുതൽ അവൾ അധ്യാപികയാണ്. ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ബൈ, നോട്ട് ലേറ്റർ ദാൻ. അതായത് ഒരു ആക്ഷൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ആക്ഷൻ ചെയ്തു കഴിഞ്ഞിരിക്കണം എന്ന് പറയുന്നിടത്ത് ബൈ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ബി ഹോം ബൈ 6 PM. നീ 6 മണിയോടുകൂടി വീട്ടിലെത്തണം. അതായത് 6 മണി കഴിഞ്ഞ് പിന്നെയും വൈകിക്കരുത്. 6 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ വീട്ടിലെത്തണം. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ ബൈ ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഡ്യൂറിങ്. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡ്യൂറിങ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ മാറ്റ് മെനി പീപ്പിൾ ഡ്യൂറിങ് മൈ വെക്കേഷൻ.
എൻ്റെ വെക്കേഷനിൽ ഞാൻ കുറേ ആൾക്കാരെ കണ്ടുമുട്ടി. I met many people during my vacation. ആ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആൾക്കാരെ കണ്ടുമുട്ടിയത്. അതായത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഡ്യൂറിങ് ഉപയോഗിച്ച് പറയാം. ഒന്നുകൂടി ക്ലിയർ ആവാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ദേ ആസ്ക്ഡ് അബൌട്ട് മൈ പ്രീവിയസ് ജോബ്സ്. എൻ്റെ പഴയ ജോലിയെക്കുറിച്ച് അവർ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ചോദിച്ചു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വിതിൻ. വിതിൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇതേപോലൊരു പീരീഡ് ഓഫ് ടൈമിലാണ് വിതിൻ ഉപയോഗിച്ച് സംസാരിക്കുക. പക്ഷേ ആ ടൈമിൽ ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ വിതിൻ ഉപയോഗിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടു കംപ്ലീറ്റ് മൈ പേപ്പർ വിതിൻ 3 hours. 3 മണിക്കൂറിനുള്ളിൽ ഞാൻ ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, 3 മണിക്കൂറിനുള്ളിൽ. അതുകൊണ്ടാണ് അവിടെ വിതിൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പ്രപ്പോസിഷൻ നോക്കാം. അൺടിൽ ടിൽ. അൺടിൽ ടിൽ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ആക്ഷൻ ചെയ്തു കഴിയുകയാണെങ്കിൽ ടിൽ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, മമ്മ ഐ വാണ്ട് ടു വാച്ച് TV ടിൽ 10 tonight. ഇന്ന് രാത്രി 10 മണി വരെ എനിക്ക് TV കാണണം. ഈ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത് 10 മണി കഴിഞ്ഞാൽ TV ഓഫ് ചെയ്തോളാം, അത് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ അവിടെ സമയം എൻഡാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ടിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അൺടിൽ ടിൽ എന്നാൽ അർത്ഥം ഒന്നാണ്, എൻഡ് ഓഫ് ടൈം തന്നെയാണ്. പക്ഷെ അൺടിൽ കുറച്ചുകൂടെ ഒരു ഫോർമലായിട്ട് പറയുമ്പോൾ അൺടിൽ ഉപയോഗിക്കുന്നു. ഫോർമൽ അല്ലാതെ ഒരു കാഷ്വൽ ടോക്കിൽ പറയുമ്പോൾ ടിൽ ഉപയോഗിക്കാം. രണ്ടിൻ്റെയും അർത്ഥം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് വിത്ത് ജോ. താങ്ക് യു.